ഹലോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വയനാട്ടിലുള്ള കാന്തമ്പാറ വെള്ളച്ചാട്ടവും അതിൻ്റെ തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ റിസോർട്ടുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മളെ റിസോർട്ടിലേക്കുള്ള വഴി കേട്ടോ. അതിൻ്റെ ഗേറ്റും വഴിയൊക്കെ കാന്തമ്പാറ വെള്ളച്ചാട്ടം റിസോർട്ടുമായിട്ട് ഒരു 200 മീറ്ററിൻ്റെ മാത്രമുള്ള വ്യത്യാസമേ ഉള്ളൂ. ശരിക്കും ഞങ്ങളിവിടെ ബുക്ക് ചെയ്തിട്ട് വന്നതൊന്നുമല്ല. നമ്മൾ കാന്തൻപാറ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി വന്നപ്പോഴാണ് ഈ റിസോർട്ടിൻ്റെ ബോർഡ് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇവിടെ ഒന്ന് കയറി നോക്കി. അപ്പോൾ ഇവിടുത്തെ ഒരു അന്തരീക്ഷം നമുക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞങ്ങൾ ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ച് ഞങ്ങളിവിടെ റൂം ബുക്ക് ചെയ്യുകയാണ് ചെയ്തത്. ഇവിടെ സിംഗിൾ റൂമിന്, അതായത് ഒരു ഫാമിലി, ഒരു കുട്ടിയും പേരൻസും അടങ്ങുന്ന ഒരു ഫാമിലി, അത് സിംഗിൾ റൂമിന് 3000 രൂപയാണ് റേറ്റ് വരുന്നത്. അങ്ങനെയുള്ള ഒരു റൂമാണ് ഈ കാണുന്നത്. താഴെ റൂമുണ്ട്, അതിൻ്റെ മേലെ റൂമുണ്ട്. ഇനി ഇവിടുന്ന് താഴോട്ടാണ് ഡബിൾ റൂമുകളൊക്കെ ഉള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാന്തൻപാറ വെള്ളച്ചാട്ടം ഈ റിസോർട്ടിൻ്റെ താഴെയാണ് പോകുന്നത്. ഈ റിസോർട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ കാന്തൻപാറയിലേക്ക് പോകുന്ന ഈ അരുവിയിൽ നിന്ന് കുളിക്കാനും ഒക്കെയുള്ള സൗകര്യം ഇവിടെയുണ്ട്. ഈ കൊടും വേനലിൽ നമുക്ക് ഒന്ന് മാറി താമസിക്കാനൊക്കെ പറ്റിയൊരിടമാണ് കേട്ടോ ഇവിടെ. അത് നാട്ടിൽ ഇപ്പം ഞങ്ങൾ മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറത്തൊക്കെ ഇപ്പോൾ ചൂട് ഏത് സമയത്തും, പകലും രാത്രിയും ഏത് സമയത്തും ഫുള്ള് ചൂടാണ്. ഒന്ന് തണുക്കുന്ന ഒരു സമയമില്ല. രാവിലെ പോലും ഇപ്പം ചൂടാണ്. പക്ഷേ ഇവിടെ വന്ന് കഴിയുമ്പം ഇവിടെ ഉച്ച സമയത്ത് വെയിൽ ചൂടുണ്ട് എന്ന് ചോദിച്ചാൽ രാത്രി തണുപ്പാണ്. അതുപോലെ രാവിലെയൊക്കെ തണുപ്പാണ്. എ സിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. റൂമിലൊന്നും എ സി ഇല്ല. അപ്പോൾ ഇവിടുത്തെ ജോലിക്കാരും ഓഫീസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് കിട്ടും. അതിനുള്ള ക്യാൻറ്റീനും സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതാണ് ഡബിൾ റൂം. 2 ഫാമിലിക്ക് നിൽക്കാൻ പറ്റിയ 2 റൂം, വലിയ 2 റൂമാണ്. നല്ല സൗകര്യമുള്ള റൂമുകളാണ്. ഡൈനിങ് ഹാളുണ്ട്, കിച്ചണ്, അതുപോലെ പുറത്തേക്ക് 2 റൂമിലും ബാൽക്കണി ഉണ്ട്. ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ നമുക്ക് കാന്തമ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ ആ അരുവി ഇവിടുന്ന് ഒഴുകി പോകുന്നത് കാണാം. അതുപോലെ അതിൻ്റെ അപ്പുറം ഫോറസ്റ്റാണ്, വന്യമൃഗങ്ങളൊക്കെ ഉള്ള ഫോറസ്റ്റാണ്. നല്ല വിശാലമായ ഏരിയ ആണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഓടിച്ചാടി കളിക്കാൻ ഇഷ്ടം പോലെ സൗകര്യമുള്ള ഒരു റിസോർട്ടാണ്. വലിയ സ്വിമ്മിംഗ് പൂളുണ്ട്. സ്വിമ്മിംഗ് പൂള് 3 ഭാഗമായി തിരിച്ചിട്ടുണ്ട്. ചെറിയ കുട്ടികൾക്ക്, പിന്നെ അതിൻ്റെ മുതിർന്ന കുട്ടികൾക്ക്, വലിയവർക്ക്, എങ്ങനെ 3 സെക്ഷനായിട്ടാണ്. അപ്പോൾ നമുക്ക് നീന്തി കുളിക്കാനൊക്കെ നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള സ്വിമ്മിംഗ് പൂളുണ്ട്. പിന്നെ ഒന്ന് നാച്ചുറലായിട്ട് കുളിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ട് താഴെ ഈ കാണുന്നത് അരുവിയാണ്. നല്ല ഐസ് വെള്ളം പോലെയുള്ള തണുത്ത വെള്ളം. സ്വിമ്മിംഗ് പൂളൊക്കെ ഓരോ ടീം വരുമ്പോഴും ഇതുപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി തരുന്നതാണ്. ആ ഒരു ജോലിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഡബിൾ റൂമിൻ്റെ ചാർജ് 8000 രൂപയാണ് 2 റൂമിന്. ഇതിലും കുറച്ച് വലിപ്പം കുറവുള്ള ഡബിൾ റൂമുണ്ട്, അതിന് 7000 രൂപയാണ്. അങ്ങനെ രാത്രിയായി. ഇനി കുറച്ച് പാട്ടുകളൊക്കെ ആസ്വദിക്കാം. അതിനൊക്കെയുള്ള നല്ല മുട്ടും പാട്ടുകളൊക്കെ ഇവിടെ കരൊക്കെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പ്ലേ ഗ്രൗണ്ടുകളുണ്ട്. ഷട്ടിൽ ബാറ്റ് കളിക്കാം, ഫുട്ബോൾ കളിക്കേണ്ടവർക്ക് ഫുട്ബോൾ കളിക്കാം. അതിനൊക്കെയുള്ള സൗകര്യം ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അരുവിയിൽ കുളിക്കാൻ പോവാണ് കേട്ടോ. നാച്ചുറലായിട്ടുള്ള വെള്ളം, ക്ലോറിനും ഒന്നുമില്ലാത്ത ശുദ്ധമായ തണുത്ത വെള്ളം. ഇതിൽ നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ നീന്തണ അത്ര ധൈര്യത്തോടെ നമുക്ക് നീന്തി കുളിക്കാനൊന്നും പറ്റില്ല. കാരണം നല്ല വഴുക്കുന്ന കല്ലുകൾ ഒക്കെയാണ്. തെന്നി വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷേ വെള്ളം കണ്ടാൽ നമ്മളൊന്ന് കുളിക്കാതെ പോകാൻ തോന്നില്ല. അത്രയ്ക്ക് തണുത്ത അടിപൊളി വെള്ളമാണ്.
ഈ വെള്ളമാണ് കാന്തമ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക് ഒഴുകി എത്തി അവിടെ വലിയൊരു വെള്ളച്ചാട്ടമായിട്ട് ചാടുന്നത്. അപ്പോൾ ഇനി ആ ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ധാരാളം ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ഒരിടമാണ്. നമ്മുടെ കേരളത്തിൻ്റെ പുറത്തുനിന്നും ഒക്കെ ആളുകൾ വരുന്ന സ്ഥലമാണ്. നല്ല പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. ഇവിടെ ടിക്കറ്റ് ഉണ്ട്. ടിക്കറ്റ് 40 രൂപയാണ്. ടിക്കറ്റ് എടുത്തിട്ട് കുറച്ച് നടക്കാനുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക്. ഇപ്പോൾ വേനലായതുകൊണ്ട് വെള്ളമൊക്കെ കുറവാണ്. ഇവിടെയാണ് ആ വെള്ളം വന്ന് പതിക്കുന്നത്. ഈ കുത്തനെയുള്ള ഇറക്കം ഇറങ്ങിയിട്ട് വേണം നമുക്ക് ആ വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ. വെള്ളം ഇപ്പോൾ തീരെ കുറവാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു വലിയ സംഘം ഇപ്പോൾ ഇവിടെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പിന്നെ റിസോർട്ടിൽ കുളിച്ചത് കാരണം ഇവിടെ നിന്ന് ഇനി കുളിക്കൊന്നുമില്ല. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.